ഫോറക്സ് ട്രേഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് ബ്രോക്കറിലായാലും ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും MT4 പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ബ്രോക്കർ ഏതാണോ ആ ബ്രോക്കറിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിളിന് വേണ്ടി IC മാർക്കറ്റ് സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ. IC മാർക്കറ്റിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഏത് ബ്രോക്കർ ആയാലും അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഡിസൈനൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഏത് ബ്രോക്കർ ആയാലും അതിലിങ്ങനെ പ്ലാറ്റ്ഫോം എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പൊ അതിൽ പ്ലാറ്റ്ഫോമിൽ പോയി നിങ്ങൾ MetaTrader 4, അതാണ് MT4, അത് ക്ലിക്ക് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ MetaTrader 4 പ്ലാറ്റ്ഫോം ഇങ്ങനെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് എവിടെയായാലും കാണിക്കും. നിങ്ങളുടെ ഏത് ബ്രോക്കർ വെബ്സൈറ്റിലായാലും ഇതുപോലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ യൂസർ നെയിമും പാസ്വേഡ് കൊടുക്കേണ്ട ഓപ്ഷൻ. ഇത് ഓൾറെഡി നമുക്ക് അക്കൗണ്ട് അതിൽ ഉണ്ടെങ്കിലായിരിക്കും ഈ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഓപ്പൺ ഡെമോ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഡെമോ അക്കൗണ്ട് ഓപ്പൺ ആകും, നമ്മുടെ MT4 ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനും വരും. ഓക്കെ, ഡെമോ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ഡെമോ അക്കൗണ്ട് അതിനുവേണ്ടി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഫിൽ ഇൻ യുവർ പേഴ്സണൽ ഇന്ത്യ, gmail.com 70. ഇപ്പൊ എന്റെ പേര് കൊടുത്തു, ഫുൾ ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ് ഒക്കെ കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു. അതിനുശേഷം ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ ഡെമോ അക്കൗണ്ടിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി അവയർനെസ് വിൻഡോ ഒക്കെ വരും. ഇത് എല്ലാ ബ്രോക്കറിനും വരും എന്നറിയില്ല, കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളതിലൊക്കെ ഇത് വരും എന്ന് തോന്നി. ഇങ്ങനെ നമ്മുടെ ഇതൊക്കെ സേഫ് ആക്കി വെക്കുക, പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല, ആ രീതിയിലൊക്കെയുള്ള കുറച്ച് അവയർനെസ് ടിപ്സ് വരും. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ എ ന്യൂ ഡെമോ അക്കൗണ്ട് MT4 സ്റ്റാൻഡേർഡ് അക്കൗണ്ട് USD. ലിവറേജ് എങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഇനീഷ്യൽ ഡിപ്പോസിറ്റ്, അപ്പൊ നമ്മൾ ഇനീഷ്യൽ ഡിപ്പോസിറ്റിൽ നമ്മൾ ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ എത്ര വേണമെങ്കിൽ, വേണമെങ്കിൽ ഒരു 1000 ആക്കി കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ഇട്ടിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ടിന് കൊടുത്താൽ മതി. 1000 കൊടുക്കാം. ഇത് ലിവറേജും ഇതിപ്പോ ഡെമോ അക്കൗണ്ട് ആണല്ലോ, അപ്പോൾ 1:100 ഉണ്ടായിക്കോട്ടെ. ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1:50 ആണ് റിയൽ അക്കൗണ്ട് ഒക്കെ തുടങ്ങുന്നെങ്കിൽ. ഇപ്പൊ ഡെമോ ആയതുകൊണ്ട് നമുക്ക് അതന്നെ ചെയ്യാം, 1:50 ആക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ചില ബ്രോക്കേഴ്സിന് പല രീതിയിലുള്ള അക്കൗണ്ട്സ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണ്. പിന്നെ റോ സ്പ്രെഡ് അക്കൗണ്ട് ഉണ്ട്, അത് സ്പ്രെഡ് കുറഞ്ഞ രീതിയിലുള്ള അക്കൗണ്ട് ആണ്. അതിൽ കമ്മീഷൻ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ കമ്മീഷൻ ഉണ്ടാവില്ല. അങ്ങനെ പല ഫെസിലിറ്റി ഉണ്ടാവും. അത് നിങ്ങളുടെ ബ്രോക്കറുമായിട്ട് ചാറ്റ് ചെയ്തിട്ടോ മറ്റോ അത് ക്ലിയർ ആക്കുന്നതാണ് ലൈവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതിപ്പോ ഡെമോ ആണല്ലോ. ഓക്കെ, നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണ്. Open a new demo. You have been successful opening demo trading account with IC Markets. An email has been sent. അപ്പൊ എന്റെ മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, ആ മെയിലിലേക്ക് ഇവർ ലിങ്കും അതിന്റെ പാസ്വേഡും ഒക്കെ അയക്കുക. അപ്പൊ അത് നിങ്ങൾ പിന്നെ ഇമെയിൽ ഓപ്പൺ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇമെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നല്ലത്. അപ്പൊ ആ ഇമെയിലിൽ പോയിട്ട്
ഇത് ലിങ്ക് പാസ്വേഡ് യൂസർ നെയിം ഒന്ന് ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കുക, നോക്കിയിട്ട് എന്നിട്ട് അതിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ MT4 ഡൗൺലോഡിലേക്ക് പോകുന്നതായിരിക്കും. നോക്കാം. അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ മെയിൽ വന്നിട്ടുണ്ടാവും നമ്മളെ ഇമെയിലില്. അപ്പോൾ എനിക്ക് ഒന്ന് നമ്മൾ അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതായിട്ട് വന്നു. രണ്ടാമത്തത് അതിലിപ്പോ നമ്മളെ പിന്നെ പ്ലാറ്റ്ഫോം യൂസർ നെയിം പാസ്വേഡ് കാര്യങ്ങളൊക്കെ വന്നു ഡെമോ അക്കൗണ്ടിന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൗൺലോഡ് മെറ്റാ ട്രേഡർ എന്ന് കാണും ഇമെയിലും. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇമെയിലിന് അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു ഇങ്ങനെ. അപ്പോൾ അത് ഡൗൺലോഡ് MT4 കൊടുക്കുക. താഴെ അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. 1 മിനിറ്റ് എടുക്കും അത് ഡൗൺലോഡ് ആവട്ടെ. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഒന്നുകിൽ നമ്മൾ ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ താഴെ തന്നെ വിൻഡോന്റെ താഴെ തന്നെ അത് ഫോൾഡറിലായിട്ട് IC മാർക്കറ്റ്സ് ഫോർ സെറ്റപ്പ് .exe എന്നുള്ളൊരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ടാവും, ഒരു സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ. ഇത് ഇവിടെ കാണിക്കുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡൗൺലോഡ്സിൽ ഉണ്ടാവും. അപ്പൊ ഇത് വന്നിട്ട് അത് നിങ്ങൾ ഏത് ബ്രോക്കറാണോ ആ ബ്രോക്കറിന്റെ .exe ഫയൽ ആയിരിക്കും ഇത്. അപ്പൊ അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ വിൻഡോ വരും. ഇത് അലൗ ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ അത് അലൗ കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ ഡൗൺലോഡിന്റെ പ്രോസസ് ആരംഭിക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് അവരെ ഇത് കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചു തരും. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതിങ്ങനെ വിൻഡോയിൽ കാണിക്കും. അപ്പൊ അതിന്റെ പ്രോഗ്രസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഗ്രീൻ വന്നതാണ്. അത് ഇങ്ങനത്തെ ഫുൾ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ അവിടെ ഫിനിഷ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ഇനി നമ്മൾ ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ള അത് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി വേറൊരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. ആ വിൻഡോ ഓപ്പൺ ആകുന്ന അതേ സമയം തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഒരു MT4ന്റെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയി. അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു വിൻഡോ കാണിക്കും. ഇത് ഓപ്പൺ ആയിട്ടുണ്ടാകും ഓൾറെഡി MT4ന്റെ പ്ലാറ്റ്ഫോം. അതിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അപ്പൊ അതിനു മുമ്പ് നമ്മൾ അത് എത്രയാണ് ഇത് നോക്കുന്നത്. നമ്മുടെ ഇതില് IC മാർക്കറ്റ് SC ഡെമോ 1 നമ്മുടെ ഇമെയിൽ വന്നിട്ടുണ്ടായിട്ടുള്ളത് ഒന്ന് നോക്കണം. അതിന് മുമ്പ് ഏതാണ് അത് 1 നമ്മുടെ ഇമെയിലില് ലോഗിൻ ഐഡിയും പാസ്വേഡും വന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഇങ്ങനെ സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സെർവർ IC മാർക്കറ്റ് SC ഡെമോ 3 ആണ്. കണ്ടോ, IC മാർക്കറ്റ്സ് SC ഡെമോ. അത് ഏതായാലും നിങ്ങൾ ബ്രോക്കർ ഏതായാലും ആ ബ്രോക്കറിനെ കൂടി ഇങ്ങനെ ഡെമോ 1 ഡെമോ 2 ഡെമോ 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് ഏതാണെന്ന് ഒന്ന് നോട്ട് ചെയ്യണം. അത് ശേഷമാണ് നമ്മള് ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നതിന് മുമ്പ് അതൊന്ന് നോക്കണം. നമുക്ക് 3 IC മാർക്ക് SC ഡെമോ 3 ആ കൊടുത്തത്. അപ്പൊ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വീണ്ടും അത് ലോഗിൻ ചെയ്യുമ്പോഴേക്ക് ചെറിയ പ്രശ്നം കാണിക്കും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് അതന്നെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. എക്സ്റ്റെൻഡ് ന്യൂ ഡെമോ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ അത് യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുത്താൽ മതി. അത് നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുക. അത് വേണമെങ്കിൽ ഒന്ന് അതിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കോപ്പി അവിടെ ഇത് ചെയ്തു പേസ്റ്റ്. അതിന് പാസ്വേഡ് നോക്കാം. പിന്നെ പാസ്വേഡ് അവിടെ പേസ്റ്റ് ചെയ്തു. ഫിനിഷ് ബട്ടൺ കൊടുക്കുക. സേവ് പാസ്വേഡും കൊടുത്ത് ഫിനിഷ്. അപ്പൊ അത് ഫിനിഷ് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഇത് ഡെമോ അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് MT4ന്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാകും. പക്ഷെ അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും. അതെങ്ങനെയാ മനസ്സിലാച്ചാൽ താഴെ ഇവിടെ ഈ പോയിന്റ് ഉണ്ട്. ഈ നമ്മുടെ ഏറ്റവും താഴെ വലതുവശത്ത് ഏറ്റവും താഴെ മുകളിൽ സൈഡിൽ ഇൻവാലിഡ് അക്കൗണ്ട് അല്ലെങ്കിൽ നോട്ട് കണക്റ്റഡ് എന്നൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. കണക്ഷന്റെ നമ്പർ ഇത് വർക്കാകാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ അക്കൗണ്ട് ഓക്കെ ആയി. ഇതിപ്പോ ഡെമോ ആണ്.
ഡെമോ അക്കൗണ്ട് ആണ് ഇപ്പൊ നമ്മുടെ MT4 പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഈ MT4 പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങളിപ്പോ ഡെമോ അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പഠിച്ചു. അതിൽ തന്നെ നേരെ MT4 ഡൗൺലോഡ് ചെയ്യുന്നതും പഠിച്ചു. അപ്പൊ അത് കറക്റ്റ് ഒന്നും കൂടി 2-3 പ്രാവശ്യം വാച്ച് ചെയ്തിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് സംഭവം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.